السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحابه واتباعه وأعوانه ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا. والباقيات الصالحات خير عند ربك ثوابا وخير أملا. ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا. وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദായ ഫദ്ല് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ദീനിൻ്റെ സഹകാരികൾ, നമ്മളെ സ്നേഹിച്ച് നമ്മെ സഹായിച്ച നമ്മുമായി ജീവിതത്തിൽ ബന്ധം പുലർത്തിയ എപ്പോഴെങ്കിലും സലാം പറഞ്ഞ് പരിചയപ്പെട്ടവരടക്കം അള്ളാഹു സർവർക്കും അവൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ വളരെ പ്രയാസത്തിൽ രോഗികളായി കഴിയുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വളരെ പെട്ടെന്ന് ആജിലായ ഷിഫ അള്ളാഹു വിധിക്കട്ടെ. ആമീൻ. ഇവിടെ ചെറിയൊരു 5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ആൺകുട്ടി നമ്മുടെ ഈ സദസ്സിലുണ്ട്. 2 കിഡ്നിയും ഫെയിലിയറായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയിൽ 1-2 തവണയൊക്കെയായി. ആ കുടുംബം ഇവിടെ ഇരിക്കുന്നുണ്ട്. വളരെ ദൂരെ നിന്ന് മിർഫയിൽ നിന്ന് വരികയാണ്. നിങ്ങളൊക്കെ ആമീൻ പറയും, ദ്വാരക്കും എന്ന പ്രതീക്ഷയിലാണ് അവർ വന്നിട്ടുള്ളത്. സർവശക്തനായ അള്ളാഹു ആ കുട്ടിക്ക് വളരെ അത്ഭുതകരമായ ശിഫ നൽകട്ടെ. അത്ഭുതകരമായ അള്ളാഹു ശിഫ നൽകട്ടെ. അത്ഭുതകരമായ അള്ളാഹു ശിഫ നൽകട്ടെ. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയഹ്. 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 ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സൂറയിലെ 46-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ ലോകം, അതിൻ്റെ സത്യാവസ്ഥയും ഹഖീഖത്തു ദുനിയ, മനുഷ്യന് സമ്പത്തുമായി ഇടപെടുമ്പോൾ തോന്നുന്ന സ്വാഭാവികമായ ചിന്തകളോ അഹങ്കാരമോ അല്ലെങ്കിൽ താൻ പോരിമയോ പോലെയുള്ള അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സ്വഭാവ ഗുണങ്ങളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിവിധി പറഞ്ഞു തരുന്ന ഭാഗമാണ് ഒദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ. ഇതൊരു ചെടി മുളച്ച് അത് പിന്നെ അങ്ങ് ഉണങ്ങി ദ്രവിച്ച് കാറ്റിലിങ്ങനെ പാറിപ്പോകുന്ന കണ്ടിട്ടില്ലേ? അതിന് പിന്നെ നിലത്ത് പിടിച്ചു നിൽക്കാനാവാത്ത വിധം ആ ചെടി മുമ്പ് അങ്ങനെ ഒരു പച്ചപ്പുള്ള ഒരു അവസ്ഥയിലായിരുന്നു എന്നുപോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം
അള്ളാഹു ഉണക്കിക്കഴിയുന്നത് കാണുന്നില്ലേ? അതുപോലെയാണ് ഈ ലോകം. ഒരുപാട് സമ്പത്തും സൗകര്യവും ഉണ്ടായിരുന്ന ആളുകൾ, നല്ല ആരോഗ്യത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ, അള്ളാഹു വളരെ പെട്ടെന്ന് കൊണ്ടുപോകുന്നത് കാണുന്നില്ലേ? അതല്ലെങ്കിൽ ഒരുപാട് കാലം ഇനിയും എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ആളുകൾ, പക്ഷെ വളരെ പെട്ടെന്ന് അള്ളാഹുവിൻ്റെ ഖലാ വന്ന് ഈ ലോകത്തോടെല്ലാം യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്നില്ലേ? അപ്പോൾ ഇത് ശാശ്വതമാണ് എന്ന് വിചാരിക്കല്ലേ. ഇതൊരല്പനേരത്തേക്ക് നിങ്ങൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാനും നിസ്കരിക്കാനും അള്ളാഹുവിന് വഴിപ്പെടാനും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് ജീവിതത്തിലേക്ക് പകർത്താനും ഇവിടെ ജീവിക്കണം. അതിൽ നിന്നുള്ള ശ്വാസവും ശ്വസിക്കാനുള്ള വായുവും വെള്ളവും വെളിച്ചവും ഭക്ഷണവും സൗകര്യവുമൊക്കെ അള്ളാഹു നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരികയാണ്. ചിലക്കത് കുറച്ച് കൂടുതൽ കൊടുത്തു, ചിലക്ക് കുറവ് കൊടുത്തു. ഓരോരുത്തരെയും അതിലൂടെ പരീക്ഷിക്കുകയാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതൊരു ശാശ്വതമായ ലോകമാണെന്ന് വിചാരിക്കല്ലേ. ഈ ലോകം ഇത്രയും നശ്വരമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് സമ്പത്തിനോടുള്ള ആർത്തി ഇല്ലാതെയാവുകയും പൂർവോപരി അള്ളാഹുലേക്ക് അടുക്കുകയും പരലോക ചിന്ത ഉണ്ടാവുകയും ചെയ്യണമെങ്കിൽ അതാവശ്യമാണ്. ഇനി അള്ളാഹു പറയുന്ന ഭാഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക والباقيات الصالحات خير عند ربك ثوابا وخير أملا. المال والبنون സമ്പത്തും സന്താനങ്ങളും സീനത്തുൽ ഹയാത്തിദ് ദുനിയ ഈ ലോകത്തെ ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. സമ്പത്തും മക്കളും ഈ ലോകത്തെ ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. വൽബാഖിയാതുസ് സ്വാലിഹാത്ത്, എന്നാൽ നിങ്ങൾ ചെയ്യുന്ന നന്മകളിൽ ബാക്കിയാവുന്നത് അള്ളാഹു സ്വീകരിക്കുന്നത് ആ നന്മയാണ് ഖൈറുൻ, നിങ്ങൾക്ക് നല്ലത്, ഇൻദ റബ്ബിക, നിങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ അരികത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഉത്തമം ഇതിനേക്കാളൊക്കെയും നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മമാണ്. സവാബൻ വഖൈറുൻ അമലാ, പ്രതിഫലമായും പ്രതീക്ഷിക്കുവാനും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മമാണ്. സമ്പത്തുക്കളും മക്കളും ഈ ലോക ജീവിതത്തിൻ്റെ ആർഭാടമോ അതിൻ്റെ അലങ്കാരമോ മാത്രമാണ്. ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യമല്ല സമ്പത്തും മക്കളും, അടിസ്ഥാനമല്ല, സീനത്താണ്. ഒരു വീട് നമ്മൾ പണിയുന്നു, മഴയും വെയിലും കൊള്ളാതെ ഇരിക്കുക എന്നതാണ് അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. പക്ഷേ അതിൻ്റെ ചുമരക്കൊന്ന് പെയിന്റ് അടിച്ച് ഭംഗിയാക്കുന്നത് അതിൻ്റെ സീനയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൻ്റെ പുറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതുകൊണ്ട് വൽ ബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ, ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഉത്തമം സൽക്കർമ്മങ്ങളാണ് നിങ്ങൾ ചെയ്യുന്ന ബാക്കിയാവുന്ന സൽക്കർമ്മങ്ങൾ. കാരണം സമ്പത്തും മക്കളും നമ്മളോടൊപ്പം ഖബറിലേക്ക് വരികയില്ലല്ലോ. സമ്പത്തും മക്കളും നമ്മുടെ കൂടെ ഖബറിലേക്ക് വരൂല. അവരൊക്കെ അസ്സലാമു അലൈക യാ അബി, അസ്സലാമു അലൈക യാ ഉമ്മി, സലാം പറഞ്ഞ് അവിടെ നിന്ന് പോരും. അവരവരുടെ വീട്ടിലേക്ക് പോകും. 2-3-4 ദിവസമൊക്കെ ഇച്ചിരി വിഷമൊക്കെ ഉണ്ടാകും. പിന്നെ അവരത് മറക്കും. പിന്നെ അവരവരുടേതായ പിന്നെ ഒരു ആണ്ടൊക്കെ വരുമ്പോൾ അല്ലാഹ് ഒപ്പം മരിച്ചിട്ടൊരു കൊല്ലായല്ലേ, പിന്നെ അതും മറന്നു പോവും. പിന്നെ അവരാകെ ജോലി തിരക്കിലായി പോവും. സമ്പത്ത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചത് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ വസിയത്ത് ചെയ്യേണ്ട കാര്യം പോലുമില്ല. എന്ത് ചെയ്യും? അതൊക്കെ അനന്തരാവകാശ നിയമപ്രകാരം നിങ്ങളുടെ ആളുകൾ ഓഹരി വെച്ചെടുക്കും. അത് രണ്ടും നിങ്ങളുടെ കൂടെ ഖബറിലേക്ക് വരുന്നില്ലല്ലോ. അള്ളാഹുവിൻ്റെ ശിക്ഷ വരികയാണെങ്കിൽ തടഞ്ഞു നിർത്താൻ നിങ്ങളുടെ മക്കളോ സമ്പത്തോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യുന്നില്ല. പിന്നെ ബാക്കിയാവുന്നത് എന്താണ്? അൽ ബാഖിയാതുസ് സ്വാലിഹാത്ത്, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് നിങ്ങൾക്ക് ബാക്കിയാവുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ഒരാടിനെ ഒരാൾ ഹദിയയായി നബി തങ്ങൾക്ക് കൊടുക്കുന്നു. ഒരാട് മാംസമായിട്ട്. നബി തങ്ങൾക്കാണെങ്കിലോ ആടിൻ്റെ കൈയിൻ്റെ ഭാഗം ഇഷ്ടമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇച്ചിരി ഹാർഡല്ലാത്ത ഇച്ചിരി സോഫ്റ്റായ കഴിക്കാൻ റാഹത്തുള്ള ഒരു മാംസഭാഗമാണ്. അതുകൊണ്ട് നബി തങ്ങൾ അത് ഇഷ്ടപ്പെടുമായിരുന്നു.
ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ് ഒരു ആട് കൊടുക്കുന്നത്. ആ ആട് എല്ലാം ചെലവഴിച്ച് സ്വതക്ക ചെയ്തു ആയിഷ റളിയല്ലാഹു അൻഹ. വല്ലാത്ത സ്വതക്കയായിരുന്നു ആയിഷ ബീവിയുടെ ജീവിതം കേട്ടോ. സ്വതക്ക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോവും. സ്വന്തം നബി തങ്ങളുടെ വഫാത്തിന് ശേഷം താമസിച്ചിരുന്ന വീട് കച്ചവടം ചെയ്ത് അന്നക്കന്നത് മുഴുവനും സ്വതക്ക ചെയ്തപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ പറഞ്ഞത്, എൻ്റെ എളാമയുടെ കൈ ഞാൻ പിടിക്കും, എളാമ ഇങ്ങനെ ചെലവഴിച്ചാൽ ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കണ്ടേ, ഇങ്ങനെയൊക്കെ കൊടുക്കേ. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ വിഷമുണ്ടായി എന്നൊക്കെ പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. ഔല അഹ്ജുറന്ന അലൈഹ, ആയിഷ ബീവിയുടെ കൈ ഞാൻ പിടിക്കും, ലദൻതഹിയന്ന ഖാലതി, എൻ്റെ എളാമയായ ആയിഷ ബീവി ഇങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെ ആയിഷ ബീവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ വലിയ വിഷമുണ്ടായി. ആയിഷ ബീവി എന്നോട് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഞാൻ അവൻ്റെ ഉമ്മയുടെ സ്ഥാനത്തല്ലേ, എൻ്റെ കൈ പിടിക്കുന്നോ, ഞാൻ ചെയ്ത സ്വതക്ക ശരിയായില്ലെന്ന് പറയേ, വല്ലാഹി ലാ ഉകല്ലിമുഹു ബഅദൽ യൗം, ഞാനിനി അവനോട് മിണ്ടൂല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ശപഥം ചെയ്തു. അത് രസകരമായ ചരിത്രമാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ വളരെ വിഷമിച്ച്, പഠിച്ചവനെ ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ചില്ല. കാരണം ആയിഷ ബീവി അങ്ങോട്ട് കൊടുക്കുകയാണ്. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ 40 കൊല്ലം പിന്നെയും ജീവിച്ചിട്ടുണ്ട്. ആ കാലം മുഴുവൻ സ്വതക്കയാണ്. പിന്നെ നബി തങ്ങളുടെ അഹ്ലു ബൈത്തല്ലേ, നബി തങ്ങളുടെ ഉമ്മമാർ, ഭാര്യമാർ നമ്മുടെ ഉമ്മമാരല്ലേ, ഓരോരുത്തർ സ്വതക്ക കൊടുക്കും. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ തന്നെ ഒരിക്കൽ 1,00,000 ദിർഹം കൊടുത്ത ചരിത്രമുണ്ട്. 1,00,000 അന്നക്കന്ന് രാത്രി സൂര്യൻ അസ്തമിക്കും മുമ്പ് മുഴുവൻ കൊടുത്തു തീർത്തു എല്ലാവർക്കും. അങ്ങനത്തെ സ്വതക്കയായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നമ്മൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കഥ ചരിത്രം മാത്രമേ കേൾക്കാറുള്ളൂ അല്ലേ. ബീവി ഇങ്ങനെ സ്വതക്ക ചെയ്തിരുന്ന മഹദിയാണ് റളിയല്ലാഹു അൻഹ. പിന്നെ ആ ചരിത്രത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ പിന്നെ പൊരുത്തപ്പിടിച്ചു. നബി തങ്ങളുടെ 2 അമ്മാവന്മാരെ പിടിച്ചു, അവരുടെ കൈ പിടിച്ചിട്ട് നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അവരുടെ കയ്യും കാലം പിടിച്ച് അവർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ബീവി നിങ്ങളുടെ മോൻ്റെ പോലെയല്ലേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലശേഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയായ സിദ്ദീഖ് തങ്ങളുടെ കാലശേഷം റളിയല്ലാഹു അൻഹു നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട മോനല്ലേ, ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കണോ, കാലം മുഴുവൻ മിണ്ടൂല എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ ഞാൻ അള്ളാഹുവിനോട് സത്യം ചെയ്തു, വന്നദുറു, ഞാൻ ചെയ്ത സത്യം അഹം, അത് വലുതാണ്, വന്നദുറു അക്ബറു, അള്ളാഹുവിനോട് ഞാൻ ചെയ്ത സത്യം വലുതാണ്, എനിക്ക് വിട്ടാൻ പറ്റൂല. അവസാനം പൊരുത്തപ്പെട്ടെടുത്തു. സത്യം ചെയ്ത് അതിന് ലംഘനം ചെയ്താൽ പ്രായശ്ചിത്തം ചെയ്യണം, ഒരടിമയെ മോചിപ്പിക്കണം. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ 10 അടിമയെ കൊടുത്തു, ഇതാ നിങ്ങൾ മോചിപ്പിച്ചോളൂ. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ 40 അടിമകളെ വേറെ മോചിപ്പിച്ചു. ആ ഒരൊറ്റ അടിമയെ മോചിപ്പിച്ചാൽ മതി. 10 ചെയ്തപ്പോൾ തന്നെ 9 ഏറെയാണ്. വീണ്ടും ഒരു 40 അടിമകൾ. എപ്പോഴും പറയും, ഞാൻ അന്ന് അള്ളാഹുവിനോട് സത്യം ചെയ്തില്ലേ, എനിക്കതിനെതിര് ചെയ്യേണ്ടി വന്നില്ലേ എന്നൊക്കെ പറയും. ഉമ്മയും മക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിലൊക്കെ സ്വാഭാവികമായി വളരെ ഇഷ്ടപ്പെട്ട ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെയാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഫീഹി നൗഉഖൂഖിൻ, ഒരു ഉമ്മയോട് പറയേണ്ട ഒരു രീതി അല്ലല്ലോ, ഞാൻ കൈപിടിക്കും, അത് നിർത്തിയേ പറ്റൂ എന്നൊക്കെ ഒരു ഉമ്മയോട് പറയാൻ പാടുണ്ടോ? ഞാൻ അവന് ഉമ്മയല്ലേ, ആ രീതിയിലാണ് ബി റളിയല്ലാഹു അൻഹ മിണ്ടൂല എന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒരു ആട് കൊണ്ടുവരുന്നു. നബി തങ്ങൾക്ക് ഇഷ്ടമായ ആ ഭാഗം ബീവി റളിയല്ലാഹു അൻഹ മാറ്റിവെച്ചു. എല്ലാം സ്വതക്ക ചെയ്തു, എല്ലാം സ്വതക്ക ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ ചോദിച്ചു, മാ സ്വനഅതി ഫിശ്ശാഹ്, ആ ആടിന്റെ കാര്യം എന്തായി എന്ന് ചോദിച്ചു. ദഹബത് കുല്ലുഹാ ഇല്ലാ കതിഫുഹാ, നബിയെ എല്ലാം പോയി കേട്ടോ, ഇനി അതിൻ്റെ ആ കൈ മാത്രം ബാക്കിയുണ്ട്, അത് അങ്ങേക്ക് ഇഷ്ടമല്ലേ എന്ന് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, അത് തങ്ങൾക്ക് വേണ്ടി നീട്ടി വെച്ചിരിക്കാനായിട്ട് ബാക്കിയുണ്ട്, എല്ലാം പോയി നബിയെ, ഇതേ ബാക്കിയുള്ളൂ. ഫളഹിക റസൂലുള്ളാഹ്, ഇത് കേട്ടപ്പോൾ നബി തങ്ങൾ ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ആയിഷ ബൽ ബഖിയതു കുല്ലുഹാ ഇല്ലാ കതിഫുഹാ, എല്ലാം പോയി കൈ മാത്രം ബാക്കി. അങ്ങനെയല്ല, എല്ലാം ബാക്കിയായി കൈ മാത്രം പോയി എന്ന് പറയും. കൈ നമ്മൾ തിന്നുന്നതാണ്, നമുക്കതിന് കൂലി കിട്ടൂല, പക്ഷേ കൊടുത്തതിന് കൂലി കിട്ടൂലേ. അതുകൊണ്ട് നമ്മൾ കൊടുത്തത് മുഴുവനും ബാക്കിയായി, ഈ കൈ മാത്രമാണ് ബാക്കിയല്ലാത്തത് എന്ന് പറയുന്ന ആയിഷ ബീവി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. നമ്മൾ ചെയ്യുന്ന നന്മകളിൽ എന്ത് ബാക്കിയാകുന്നുണ്ടോ അതേ നാളെ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. നമ്മൾ തിന്നത്, കുടിച്ചത്, ഉടുത്തത്, ഉപയോഗിച്ചത് അത് നമ്മുടെ അക്കൗണ്ടിൽ കഴിഞ്ഞു, കൂലി കിട്ടുന്നില്ല. മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ കൂലി. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഹല്ലക യബ്ന ആദം മിമ്മാലിക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത ഔ ലബിസ്ത ഫഅബ്ലൈത ഔ തസദ്ദഖത ഫഅബ്ഖൈത. ആദമിന്റെ മോനെ, മനുഷ്യ,
ഹൽ ലക മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത്. നിന്റെ സമ്പത്ത് നിന്റേത് എന്ന് പറഞ്ഞാൽ നീ ഉപയോഗിക്കുന്നതല്ലേ നിന്റേതാവുന്നുള്ളൂ. നീ ഭക്ഷണം കഴിച്ചതും നശിപ്പിച്ചു കളഞ്ഞതും, ഭക്ഷണം കഴിച്ച് പിന്നെ അത് ഡൈജസ്റ്റായി വിസർജ്യമായി പോയി. ഔ ലബിസ്ത ഫഅബ്ലൈത്, നീ ഉടുത്ത വസ്ത്രം പിന്നെ ആർക്കും ഉടുക്കാൻ പറ്റാത്ത പഴയതായി ദുരുമ്പിപ്പോയി. പിന്നെ ഔ തസദ്ദഖത ഫഅബ്ഖൈത, നിന്റെ സമ്പത്ത് നീയായിട്ട് സ്വതക്ക കൊടുക്കുകയും ബാക്കി വെച്ചതുമല്ലാതെ, സ്വതക്ക ചെയ്ത് ബാക്കി വെച്ചതല്ലാതെ നിന്റേതായിട്ട് എന്താ ഉള്ളത്? ഈ പറഞ്ഞ 3 എണ്ണത്തിൽ 2 എണ്ണം നഷ്ടപ്പെടുന്നതാണ്. നമ്മൾ കഴിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ സ്വതക്ക ചെയ്യുന്നത് ഫഅബ്ഖൈത, അങ്ങനെ നീ ബാക്കി വെക്കുന്നതല്ലാതെ നിന്റേത് എന്ന് പറയാൻ എന്താണ് ഈ ലോകത്തുള്ളത്? കുറെ മുതലുണ്ടെന്ന് വിചാരിക്കുക, കുറെ ബിസിനസ് ഉണ്ട് വിചാരിക്കുക, അതിലെത്ര സ്വതക്ക കൊടുക്കുന്നുണ്ടോ അതാണ് നമുക്ക് നാളെ ഉപകാരപ്പെടുന്നത്. അല്ലാതെ ഒരു മനുഷ്യന് ഒരുപാട് സമ്പത്തുണ്ട്, അരച്ചാണ് വേറല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. കുറെ പൈസ ഉണ്ടെന്ന് വിചാരിച്ച് 2 ചപ്പാത്തി കഴിക്കുന്ന ഒരു മനുഷ്യൻ 5 കഴിക്കാൻ പറ്റുമോ? 2 ഗുളിക ഒരു നേരം, ഒരു ഗുളിക മുതലാളി ഞാൻ 5 കഴിക്കട്ടെ, എനിക്ക് അതിന് വാങ്ങാൻ പൈസ ഉണ്ടല്ലോ, ചെയ്യൂല്ലോ. ഗുളിക 1 കഴിക്കുള്ളൂ അല്ലേ? എല്ലാത്രയും. അപ്പോ നമ്മൾ എന്ത് സ്വതക്ക ചെയ്യുന്നുണ്ടോ അതേ ബാക്കിയാവുന്നുള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് അപ്പോ അൽമാലു വൽ ബനൂൻ, സമ്പത്തും മക്കളും, ഇത് രണ്ടും ജീവിതത്തിന്റെ ആർഭാടമാണ്. അപ്പൊ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ പറയും പൈസ ഇല്ലാതെ എങ്ങനെ ജീവിക്കുക, കുട്ടികളും മക്കളൊക്കെ വേണ്ടേ? പക്ഷെ അല്ലാഹു തആല ഇതിനെ പറഞ്ഞത് സീനത്ത് എന്ന് പറഞ്ഞ ഡെക്കറേഷൻ എന്നാണ്, അലങ്കാരം എന്നാണ്. ജീവിതത്തിന്റെ അലങ്കാരം ഇതാണെങ്കിൽ ജീവിതത്തിന്റെ ദറൂറ, അത്യാവശ്യമായ സംഗതികൾ എന്തൊക്കെയാണ്? ഇതൊന്നുമല്ല. ഈ ലോകത്തെ ജീവിതം നമ്മുടെ പരലോകത്തെ ജീവിതത്തിന്റെ ഒരു കൃഷിയിടമാക്കി മാറ്റാൻ എന്തൊക്കെ നമുക്ക് ആവശ്യമാണോ അത് ഈ ലോകത്തിന്റെ അടിസ്ഥാനമാണ്. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവുക, നാട്ടിലേക്ക് കൊണ്ടുപോകും. നമ്മൾ അങ്ങനെയല്ല ആലോചിക്കുക. നാട്ടിൽ പോകുമ്പോഴേക്കും എന്തെങ്കിലും കൊണ്ടുപോകണം, എന്താ വീട്ടുകാർക്ക് വേണ്ടത്, എന്താ അവിടേക്ക് ആവശ്യം, അത് വാങ്ങിച്ചു വെക്കുക. അത് കട്ടിലിൻ്റെ അടിയിൽ ഒരുമിച്ച് കൂട്ടി പോകാൻ നേരത്ത് പെട്ടി കെട്ടി എന്തായാലും 10 കിലോ ഏറെ ആയിരിക്കും. എന്നിട്ട് ഏതെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന എയർപോർട്ടിൽ സാധുവിനെ വിളിച്ചു, ഓനത് എന്നും ഓരോരുത്തർ വിളിക്കുന്നുണ്ടാവും. അവൻ സ്വന്തം മാനേജറോട് പറഞ്ഞ് മാനം കെട്ടിട്ടുണ്ടാവും. ഒരു 5 കിലോ ഏറുണ്ട്, കൊണ്ടുപോകുമ്പോഴേ തൂക്കി കൊണ്ടുപോയാൽ പോരെ. അവിടെ ചെന്ന് മനുഷ്യന്മാരൊരു പരിചയം പറയുമ്പോഴേക്കും നമ്പറൊക്കെ വാങ്ങിയെടുത്തിട്ടേ ലഗേജ് ഏറെ കൊണ്ടുപോകാൻ. അങ്ങനെ ഒന്നും ഇടങ്ങാറാക്കരുത് പൊന്നാരം മീനിങ്ങളെ. എന്താ നമ്മൾ ഇങ്ങനെ മുതലാക്കേണ്ട പറയും, എനിക്കവിടെ ആളുണ്ട്. ആ സാധുവിൻ്റെ ജോലി പോകുമെന്ന് പേടിയിലായിരിക്കും മൂപ്പര്. ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുന്നുണ്ടാവും, ഡെയിലി ആൾക്കാർ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ നമ്പറൊക്കെ വെച്ചിട്ട് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കേണ്ട. ഓരോ നിങ്ങൾ ചെയ്യുന്ന ജോലി പോലെ ജോലി ചെയ്യുന്നവരാ മാനേജേഴ്സ് ഉണ്ടാവും. ഇവനിങ്ങനെ ഓരോരുത്തരെ വക ഇങ്ങനെ 5 കിലോ 10 കിലോ ഏറെ കൊണ്ടുതന്നെ ഓനെ വിനിഷാക്കലായിരിക്കും ഉണ്ടാവുക. ആ സാധുവിൻ്റെ പണി കളയണ്ട. എന്ത് ചെയ്യാ? നമ്മളെ കാര്യമായിട്ട് ആലോചിക്കൽ എങ്ങനെയാണ്? നാട്ടിലേക്ക് കൊണ്ടുപോകാൻ, വാരിക്കൂട്ടാൻ. ഈ ചിന്തയാണ് നമുക്ക് ആഖിറത്തിന്റെ വിഷയത്തിൽ വേണ്ടത്. അങ്ങോട്ടുള്ള പാക്കിംഗ്, അതിന് സഹായകമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതാണ് ഈ ലോകത്തിന്റെ അടിസ്ഥാന വിഷയങ്ങൾ. പിന്നെ സമ്പത്തും മക്കളൊക്കെ ഇതിന്റെ ആർഭാടമാണ്. കാരണം പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആശയത്തിൽ പറയുന്നത്, ഒരു മനുഷ്യന് സമ്പത്തോ മക്കളോ ഇല്ലെങ്കിൽ തന്നെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയും. സമ്പത്ത് ജീവിച്ചു പോവാനുള്ള കഫാഫൻ, അത്യാവശ്യ സമ്പത്തുണ്ട്. പിന്നെന്തുണ്ട്? മക്കളൊന്നും ആയിട്ടില്ല, കുട്ടികളൊന്നുമില്ല, കല്യാണം തന്നെ കഴിച്ചിട്ടില്ല. എന്നാലും ഒരു മനുഷ്യന് ആഖിറത്തിന് ഒരുങ്ങാൻ പറ്റുമല്ലേ? പറ്റും. അതുകൊണ്ടാണ് അല്ലാഹു തആല സമ്പത്തും, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തും മക്കളും എന്ന് പറയുന്നത് ഐഹിക ജീവിതത്തിന്റെ ഒരു പൂരകം എന്നും പറഞ്ഞുകൂടാ. അത് ജീവിതത്തിന്റെ ആർഭാടമോ അലങ്കാരമോ ആണ്, അതിന്റെ അടിസ്ഥാനമല്ല. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ആമീൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു ഈ സ്വലാത്ത് എത്തിച്ചു കൊടുക്കട്ടെ.